ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഞങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായി. ഇനി നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാന്ന് എന്താണെന്നല്ലേ. ഞങ്ങളുടെ നാട്ടിൽ അമ്പലമാണിത്. ചാലിൽ ശ്രീ കുട്ടിച്ചാത്തൻ ഭഗവതി ക്ഷേത്രം. നമ്മൾ കണ്ണൂർക്കാർക്ക് നമ്മളെ വീടിനടുത്തായിട്ട് ഇതുപോലൊരു അമ്പലവും അവിടുത്തെ കുറേ കഥകളും തിറയും കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അതുപോലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരമ്പലമാണിത്. ചുറ്റും ഒരുപാട് അമ്പലങ്ങളും അവിടെ തിറ മഹോത്സവങ്ങളൊക്കെ നടക്കുമെങ്കിലും നമുക്ക് ഏറ്റവും അടുത്തുള്ളതും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അമ്പലമായതുകൊണ്ട് തന്നെ ഈ ഒരു തിറക്ക് പോകുക എന്നുള്ളത് വർഷം മുഴുക്കനെയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ഇത്തവണയും ഇവിടെ പോകാനും നമുക്ക് ഈ തിറയിലൊക്കെ പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തിറ മഹോത്സവത്തിൻ്റെ ആഘോഷം ആരംഭിക്കുന്നത് മാർച്ച് 7-ാം തീയതി മുതലാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ക്ലബ്ബായ തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികളൊക്കെ അരങ്ങേറിയത്. അവരൊരുക്കിയ വേദിയിൽ പ്രായഭേദമന്യേ ഒരുപാട് പേര് അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ആ കൂട്ടത്തിൽ സാത്യം ഉണ്ടേനു. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് സാത്യം ഇവിടുന്ന് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവർ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, സിനിമാറ്റിക്, അങ്ങനെ അടിപൊളിയായിട്ട് കുറേ പരിപാടികൾ. എനിക്കെല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്നതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു 7 മണിയോടൊക്കെ തുടങ്ങിയ പരിപാടി അവസാനിച്ചത് ഒരു 1:30 അത്ര ടൈം വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും തന്നെ സമ്മാന വിതരണം ഉണ്ടായിരുന്നു ക്ലബിൻ്റെ നേതൃത്വത്തിൽ. അപ്പം അത് കേട്ടപ്പോൾ തന്നെ പിള്ളേർ ഓടിച്ചെന്നിട്ട് അവരുടെ സമ്മാനം വാങ്ങുന്നുണ്ടായിരുന്നു. 1:30 മണി വരെ ഇവരവിടെ നിന്നതിൻ്റെ ഒറ്റ മോട്ടിവേഷൻ ഇതാണ്, ട്രോഫി കിട്ടും, ആ ട്രോഫി വാങ്ങേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി ക്ലബിൻ്റെ ഭാരവാഹികളിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി. ഇതുപോലെ എല്ലാവർക്കും തന്നെ ട്രോഫി വിതരണം ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. നമുക്കെല്ലാം ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ തിറയാന്നുണ്ടാവുക. തിറയുടെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.